നമസ്കാരം. പാർട്ടിക്കുള്ളിലെ ഏകപക്ഷീയമായ ഉരുക്കുമുഷ്ടി തീരുമാനങ്ങൾക്ക് ജനകീയ കരുത്തിനു മുന്നിൽ ഒടുവിൽ വഴിമാറേണ്ടി വന്നു. മട്ടന്നൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട കെ ശൈലജ ഇനി പേരാവൂരിൽ ജനവിധി തേടും. ഏകാധിപത്യത്തിന്റെ ആൾരൂപങ്ങൾ ഒരു ജനകീയ മുഖത്തെ വെട്ടിനിരത്താൻ ശ്രമിച്ചിട്ടും ജനപിന്തുണയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ നേതൃത്വത്തിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. നേരിടാൻ KPCC അധ്യക്ഷൻ തന്നെ പോർക്കളത്തിൽ ഇറങ്ങുന്നതോടെ കേരളം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോരാട്ട ഭൂമിയായി പേരാവൂർ മാറുകയാണ്. അത് നോക്കാം തലക്കെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കും. VK സനോജ് മട്ടന്നൂരിൽ, തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള. സ്ഥാനാർത്ഥി പട്ടിക കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. തവനൂരിൽ വീണ്ടും അംഗത്തിനിറങ്ങാൻ KT ജലീൽ. എലത്തൂരിൽ AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി NCPയിൽ തർക്കം രൂക്ഷം. നാലാം ദിവസവും പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇറാനിൽ മരണം 787ആയി. US ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്നും ഗൾഫ് രാജ്യങ്ങളിലെ വിവിധയിടങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് റഷ്യ. നദാൻസ് ആണവ നിലയത്തിന് നേരെ ആക്രമണമുണ്ടായതായി സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. ആണവ വികിരണത്തിന് സാധ്യതയില്ല എന്നും IAEA. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ എണ്ണ വിതരണത്തിൽ തടസ്സം. ആഗോള ഇന്ധനവില കുതിക്കുന്നു. ഇന്ത്യയിൽ എണ്ണവില ഉടൻ കൂടില്ല. 50 ദിവസത്തേക്ക് കരുതൽ ശേഖരം. റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ശ്രമം. 1 കോടി ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ ഗൾഫ് മേഖലയിലേക്ക് പ്രത്യേക സർവീസുമായി എയർ ഇന്ത്യ. കണ്ണൂരിലെ പ്രതിഷേധത്തിൽ വീണ ജോർജിന് പരിക്കേറ്റ കേസിൽ KSU പ്രവർത്തകർക്ക് ജാമ്യമില്ല. 5 പ്രതികളും ജയിലിൽ തുടരും. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിനിടെ കരിങ്കൊടി പ്രതിഷേധവുമായി കോൺഗ്രസ്. തടയാൻ ശ്രമിച്ച CPM പ്രവർത്തകരുമായി സംഘർഷം. ആരോഗ്യമന്ത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായി. പത്തനംതിട്ടയിൽ പൊതുപരിപാടിയിൽ നേരിട്ടെത്തി വീണ ജോർജ്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ആലപ്പുഴ സ്വദേശിനി ഉഷ ജോസഫ് ആശുപത്രി വിട്ടു. ചികിത്സയ്ക്കൊപ്പം നിന്ന കൊച്ചി അമൃത ആശുപത്രിക്ക് നന്ദി അറിയിച്ചു മകൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ ED ചോദ്യം ചെയ്തു. മൊഴികൾ പരിശോധിച്ച് തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദ്വാരപാലക ശില്പ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി നാളെ. വേനൽ മഴ ശക്തമായതോടെ നെൽകർഷകർക്ക് കണ്ണീർ കൊയ്ത്ത്. മില്ലുകളുടെ ചൂഷണത്തിൽ നിന്ന് മോചനമില്ല. കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ മില്ലുടമകൾ അമിത കിഴിവ് ആവശ്യപ്പെടുന്നതായി ആരോപണം. സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വാഗ്ദാനത്തിലൊതുങ്ങി. പ്രാർത്ഥനാ പുണ്യം തേടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ദേവിയുടെ ഇഷ്ടനിവേദ്യങ്ങൾ സമർപ്പിച്ച ഭക്തർ. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. T20 ലോകകപ്പിലെ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. മത്സരം രാത്രി 7 മണി മുതൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. രണ്ടാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. മത്സരം മറ്റന്നാൾ മുംബൈയിൽ. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണന് അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ. വിടവാങ്ങിയത് 6 തവണ വടകര മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി. സ്റ്റോറി ഓഫ് ദി ഡേ. ഇന്നലകൾ ഇന്നും ഓർമ്മിപ്പിക്കും ഈ ശില്പങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സംസ്ഥാനം. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനം. ഇതാ കണ്ണൂർ ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. അതിലേറെ പ്രധാനം KK ശൈലജ
പേരാവൂരിൽ മത്സരിക്കും എന്നത് തന്നെയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള LDF സ്ഥാനാർത്ഥിയാകും. തലശ്ശേരിയിൽ AN ഷംസീറിന് അവസരമില്ല എന്നതാണ് ശ്രദ്ധേയം. മറ്റ് സിറ്റിംഗ് MLA-മാർക്ക് രണ്ടാമതും പിണറായി വിജയന് മൂന്നാമത് മത്സരിക്കാൻ അവസരം നൽകും. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ 9-ലും CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കും. മട്ടന്നൂരിൽ 2 തവണ വിജയിച്ച KK ശൈലജയെ മാറ്റി DYFI നേതാവ് VK സനോജിന് അവസരം നൽകി. പയ്യന്നൂരിൽ TI മധുസൂദനനും കല്യാശ്ശേരിയിൽ M വിജിനും അഴീക്കോട് KV സുമേഷും മത്സരിക്കും. 2 തവണ വിജയിച്ച AN ഷംസീറിന് പകരം തലശ്ശേരിയിൽ കാരായി രാജൻ ജനവിധി തേടും. തളിപ്പറമ്പ് മണ്ഡലത്തിൽ മുൻ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന്റെ പേര് ഉയർന്നുവന്നെങ്കിലും പ്രാദേശിക എതിർപ്പുകളെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശ്യാമളയെ പരിഗണിക്കുകയായിരുന്നു. ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 2 തവണ വിജയിച്ചവർക്ക് മത്സരാനുമതി നിഷേധിച്ച CPM ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകി. നിലവിലെ MLA-യും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് പേരാവൂരിൽ UDF സ്ഥാനാർത്ഥിയാകുമെങ്കിൽ മണ്ഡലത്തിൽ മത്സരം കടുക്കും. മന്ത്രി എന്ന നിലയിൽ KK ശൈലജ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ അട്ടിമറി വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. പേരാവൂരിലെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങളോട് UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് എസിനും ഇരിക്കൂർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും നൽകാൻ LDF-ൽ ധാരണയായി. ഇവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ വന്നതിന് പിന്നാലെ CPM-നുള്ളിൽ അതൃപ്തി മറനീക്കി പുറത്തു വരികയാണ്. പാർട്ടി അണികളും അനുഭാവികളും സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലാണ് പ്രധാനമായും എതിർപ്പ് ഉയരുന്നത്. PK ശ്യാമളയെ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്നും ഇവർക്ക് ജനങ്ങളുമായി ബന്ധമില്ല എന്നുമാണ് വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയും നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ശ്യാമള മുൻ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ പാർത്ത കൺവെൻഷൻ സെന്ററിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ PK ശ്യാമളയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. തവനൂരിൽ ഇടതു സ്വതന്ത്രനായി ഇത്തവണയും KT ജലീൽ തന്നെ മത്സരിക്കും. വീണ്ടും അംഗത്തിനിറങ്ങാൻ KT ജലീലിനുമേൽ CPM നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ജലീലിനോട് മത്സരിക്കാൻ CPM സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജലീൽ വീണ്ടും മത്സരിച്ചാൽ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. പാർട്ടിയുടെ തീരുമാനം ജലീൽ അംഗീകരിക്കും. CPM-നുള്ളിൽ മാത്രമല്ല LDF-ന്റെ മറ്റ് ഘടകകക്ഷികളിലും അസ്വാരസ്യം പുകയുകയാണ്. എലത്തൂർ നിയമസഭാ മണ്ഡലത്തെ ചൊല്ലി NCP-യിൽ തർക്കം മുറുകുന്നു. താൻ തന്നെ മത്സരിക്കുമെന്ന് AK ശശീന്ദ്രൻ ആവർത്തിച്ചു പറയുന്നുവെങ്കിലും ശശീന്ദ്രനെ മത്സരിപ്പിക്കാതെ NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ പേര് സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ താൽപര്യം. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ജില്ലാ കമ്മിറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി AK ശശീന്ദ്രൻ വീണ്ടും എലത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്ന സൂചനയുണ്ടായതോടെയാണ് NCP-യിലെ തർക്കം മറനീക്കി പുറത്തുവന്നത്. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് സംസ്ഥാന നേതൃത്വത്തിന് ആദ്യം പരാതി നൽകിയത്. ഇതിൽ സംസ്ഥാന നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടു. AK ശശീന്ദ്രനെ തേജോവധം ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും നോട്ടീസിൽ മുക്കം മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ മുക്കം മുഹമ്മദ് ഇതിൽ വിശദീകരണം നൽകി. ഇതിനുശേഷം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചേർന്ന എലത്തൂർ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി മുക്കം മുഹമ്മദിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിക്കുന്നത്. മറ്റൊരാളുടെ പേരും മുകളിലേക്ക് നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടായിരുന്നു. 83 പേർ പങ്കെടുത്തൊരു യോഗമായിരുന്നു. അതിൽ 3 പേരൊഴികെ ബാക്കിയുള്ളവരൊക്കെ 3 പേരുടെ യോജിപ്പ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മുഴുവൻ പേരും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് സ്ഥാനാർത്ഥിയാവണമെന്ന് ഉള്ള പ്രമേയം അംഗീകരിക്കുകയും അത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് പാർലമെന്ററി ബോർഡിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജില്ലാ കമ്മിറ്റിയിലും ഇതേ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വീണ്ടും സ്ഥാനാർത്ഥിയാവാനുള്ള AK ശശീന്ദ്രന്റെ നീക്കങ്ങൾക്ക് തടയിടാനാണ് NCP ജില്ലാ കമ്മിറ്റിയിലെ കരുത്തരായ വിഭാഗം ശ്രമിക്കുന്നത്. അതേസമയം സംസ്ഥാന നേതൃത്വത്തിന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണയിൽ വീണ്ടും മത്സരിക്കാനുള്ള നീക്കങ്ങൾ AK ശശീന്ദ്രൻ വിഭാഗവും നടത്തുന്നു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച സീറ്റായ എലത്തൂർ NCP-യിലെ ആഭ്യന്തര തർക്കം കാരണം എന്താകുമെന്ന ആകാംക്ഷ CPIM-നുമുണ്ട്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.
LDF-ലും CPM-ലും മാത്രമല്ല സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്നത്. കൊല്ലം ഇരവിപുരത്തെ സ്ഥാനാർത്ഥിയെ ചൊല്ലി UDF-ലും ഭിന്നത രൂക്ഷമാവുകയാണ്. ഇരവിപുരത്തെ RSP സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഇല്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അനുകൂല രാഷ്ട്രീയ സാഹചര്യം മുതലാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണമായിരുന്നു എന്നും ഇക്കാര്യത്തിൽ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന് കത്ത് നൽകിയിരിക്കുകയാണ്. ബ്ലോക്ക്, മണ്ഡലം പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരാണ് ഒപ്പിട്ട് കത്ത് നൽകിയത്. കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായെങ്കിൽ വിജയസാധ്യത ഉണ്ടായിരുന്നുവെന്നും കത്തിൽ പറയുന്നു. സ്ഥാനാർത്ഥിയെ മാറ്റിയില്ല എങ്കിൽ പരസ്യ പ്രതിഷേധം നടത്തുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അശാന്തമായി തന്നെ തുടരുകയാണ്. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ ഇന്നും ശക്തമായ ആക്രമണം നടത്തി. സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ. അതേസമയം ഇറാനും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ഇറാനിൽ ആക്രമണങ്ങളിൽ ആകെ മരണം 787 അതിനിടെ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിനു നേരെയുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലെ ആക്രമണം ശക്തമാക്കുകയും ഒപ്പം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുകയാണ്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയായ ലീഡർഷിപ്പ് കോമ്പൗണ്ടിന് നേരെ പുലർച്ചെയാണ് ബോംബാക്രമണമുണ്ടായത്. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആസ്ഥാനവും ആക്രമണത്തിൽ തകർന്നു. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ടെഹ്റാനിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ബോംബാക്രമണം നടന്നതായാണ് റിപ്പോർട്ട്. ഇറാനിലെ ഔദ്യോഗിക വാർത്താവിതരണ സംവിധാനത്തിന് നേരെയും ശക്തമായ ആക്രമണമുണ്ടായി. ഇറാനിലെ കെർമൻ പ്രവിശ്യയിലുണ്ടായ ആക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. ലെബനന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കുന്നതിനൊപ്പം തെക്കൻ ലെബനനിൽ പുതിയ കരയുദ്ധത്തിനും തുടക്കം കുറിച്ചു. ഇറാൻ റെഡ് ക്രസന്റ് സൊസൈറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യം കനത്ത നാശനഷ്ടങ്ങളാണ് നേരിടുന്നത്. ചുരുങ്ങിയത് 153 നഗരങ്ങളെ ആക്രമണങ്ങൾ നേരിട്ട് ബാധിച്ചു. ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രവേശന കവാടത്തിലെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത ശേഷമാണ് ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ആണവ വികിരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആക്രമണവും തുടരുകയാണ്. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 165 കുട്ടികൾക്ക് ഇറാനിൽ കൂട്ടസംസ്കാരം നടത്തി. വികാരനിർഭരമായ കാഴ്ചകളാണ് സംസ്കാരത്തിനിടെ അരങ്ങേറിയത്. യുദ്ധഭീതിയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ വാതകവില കുതിച്ചുയരുകയാണ്. തിങ്കളാഴ്ച 50% വർദ്ധിച്ച വില ഇന്ന് വീണ്ടും 30% കൂടി ഉയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മായ കെ ചേരുകയാണ്. മായ, 4 ദിവസം പിന്നിടുകയാണ്, എന്നിട്ടും ഒരു തരത്തിലുമുള്ള അയവ് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നില്ല. യുദ്ധം തുടരുമെന്ന് ട്രംപ് പറയുമ്പോൾ സമാനമായ രീതിയിൽ തിരിച്ചടി തുടരുകയാണ് ഇറാൻ. ഇപ്പോൾ അത് ഏറ്റവും ഒടുവിലായി റഷ്യയുടെ ഇടപെടലും വരികയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ലിജിൻ, 4ാം ദിവസവും ഇറാനിൽ അമേരിക്ക, ഇസ്രയേൽ സംയുക്ത സേന വ്യാപകമായ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങളൊക്കെയാണ് നേരത്തെ നമ്മൾ ഈ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ ഈ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ ആക്രമണത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഗൾഫ് മേഖലയിലേക്ക് ഉൾപ്പെടെ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇറാൻ ഒരു വലിയ ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. അതായത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 4ാം തലമുറയിലും 5ാം തലമുറയിലും ഒക്കെ പെട്ട ഒരു മിസൈലുകളുടെ ഒരു വൻ ആക്രമണം തന്നെ നിങ്ങൾ കാണാൻ പോകുന്നു എന്നൊക്കെ ആ രീതിയിലൊക്കെയുള്ളൊരു ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഡ്രോൺ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അവരുടെ ഗവൺമെന്റ് മന്ദിരങ്ങളും ഒപ്പം പ്രസിഡൻഷ്യൽ ഏരിയയും ഒക്കെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ട് ആ കെട്ടിടങ്ങളൊക്കെ തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ പോലും ഈ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമൊന്നും ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷേ ഈ തിരിച്ചടിയിൽ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളൊക്കെ തകർന്നിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും പുറത്തെടുക്കേണ്ടതില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഇത് മറ്റൊരിടത്ത് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ അത് തിരിച്ചടിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യാം. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഇത് ആ രീതിയിലുള്ള ഒരു അനുമാനത്തിൽ മാത്രമേ നമുക്കിപ്പോൾ എത്താൻ കഴിയുകയുള്ളൂ. ഏറ്റവും ഒടുവിലായി വരുന്നത് ഇറാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്.
വരികയാണ്. ഒപ്പം ഹക്കിമി മേഖലയിൽ ചില സ്ഫോടനങ്ങൾ നടന്നതായിട്ടുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇറാൻ വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേൽ ഒരു മുന്നറിയിപ്പൊക്കെ നടത്തിയിരുന്നു. കനത്ത ഒരു സൈനിക നടപടികൾ ഉണ്ടാകുമെന്നും ആ ടെഹ്റാനിലെ പ്രദേശങ്ങളിലെ ആളുകളോട് അവിടെ നിന്ന് മാറി താമസിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു ആക്രമണം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഈ ഇറാൻ അമേരിക്കയൊക്കെ ആയുള്ള ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള മധ്യസ്ഥതയ്ക്ക് ഉണ്ടായിരുന്നത് ഒമാനാണ്. ഒമാനിലും ഒരു ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഒമാനെ ആക്രമിച്ചത് തങ്ങളല്ല, ഈ ഒമാൻ തങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഇറാൻ അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒപ്പം ഈ സൗദി അറേബ്യയിലെ പ്രധാന എണ്ണ വ്യവസായ കേന്ദ്രമായ ദഹ്റാനിൽ അത് ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ US നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഇറാനുമായി ഒരു ചർച്ചകൾക്ക് ഇനി സമയമില്ല, ഇനി ഇറാനുമായി ഒരു ചർച്ചയില്ല എന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് ആവർത്തിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറാന്റെ ഈ വ്യോമ പ്രതിരോധ നാവിക സംവിധാനങ്ങളൊക്കെ തകർത്തതായിട്ടുള്ള ഒരു അവകാശവാദം കൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ലീഡർഷിപ്പ് കോമ്പൗണ്ടിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വീണ്ടും അവിടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത്. അതിന്റെ ചിത്രങ്ങളൊക്കെ, അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇറാൻ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ലിജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിദേശ രാജ്യങ്ങളിലും പല തരത്തിലുള്ള നിലപാടുകളാണ് ഇതിൽ എടുക്കുന്നത്. ഈ റഷ്യയും അവരുടെ നിലപാട് കടുപ്പിക്കുകയാണ്. അവർ പറയുന്നത് യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് റഷ്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് റഷ്യ പറയുന്നത്. എന്തായാലും ഈ ആക്രമണങ്ങളൊക്കെ ശക്തമായി തന്നെ ഈ ഇറാനിൽ നടക്കുമ്പോൾ, ഇറാൻ ഇപ്പോൾ ഇന്ന് ഈ ഒരു നിമിഷം വരെ പ്രത്യാക്രമണം ഒന്ന് കുറയ്ക്കുമ്പോൾ ഈ യുദ്ധം ഏത് രീതിയിൽ എവിടേക്ക് എത്തും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ലിജിൻ, ശരി, എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ സമാധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ലോകരാജ്യങ്ങളടക്കം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. പക്ഷേ ട്രംപും അതോടൊപ്പം തന്നെ ഇറാനും തങ്ങളുടെ നിലപാടിൽ കടുംപിടുത്തം പിടിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി എത്ര നാൾ കാത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാന ചോദ്യം. മായയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഗൾഫ് മേഖലയിലേക്ക് പരിശോധിക്കുമ്പോൾ ആശങ്കകൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിട്ടില്ല എങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് UAE വ്യക്തമാക്കുന്നു. UAEയുടെ നിലപാട് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സംഘർഷത്തിലേക്ക് എത്തിയത് എന്നും UAE അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം അൽ ഹാഷ്മി പറഞ്ഞു. ഇറാൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അതേസമയം കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ ഗൾഫ് മേഖലയിലേക്ക് പ്രത്യേക സർവീസുമായി എയർ ഇന്ത്യയും രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീരാജ് ചേരുകയാണ്. ശ്രീരാജ്, ആശങ്കകൾ പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ന് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിരുന്നു. ഒപ്പം തന്നെ വളരെ നിർണായകമായ ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നു. എയർ ഇന്ത്യ ഈ ഗൾഫ് മേഖലയിലുള്ളവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ശ്രീരാജ്. തീർച്ചയായിട്ടും ലിജിൻ പറഞ്ഞതുപോലെ തന്നെ ആശങ്കകൾ പൂർണ്ണമായി ഒഴിവായിട്ടില്ലെങ്കിലും ഇന്ന് പൊതുവെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന 4-ാം ദിവസമാണ് ഇറാന്റെ ആക്രമണം തുടങ്ങിയിട്ട്. താരതമ്യേന ഒരു സമാധാനപൂർണ്ണമായ ഒരു പകലാണ് കടന്നുപോയതെന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ട കാര്യം ലിജിൻ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം ആദ്യമായി UAEയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെ ഇന്ന് നടന്നു. അതിനകത്ത് പറഞ്ഞത് തങ്ങളുടെ പ്രദേശം, അതായത് UAE സംഘർഷത്തിന്റെ ഭാഗമായി ഉപയോഗിക്കില്ലെന്ന UAEയുടെ ഒരു ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് നിലവിലെ സംഘർഷം ഉണ്ടായതെന്ന് UAEയുടെ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം അൽ ഹാഷ്മി പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിക്ക് അപ്പുറത്തേക്ക് ഈ പ്രശ്നം കടന്നു പോകുന്നുവെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ആണവ പദ്ധതി മാത്രമല്ല, മേഖലയ്ക്ക് അപകടകാരിയായ സമഗ്ര മിസൈൽ പദ്ധതിയാണ് പ്രശ്നമെന്നും അവർ അറിയിക്കുന്നുണ്ട്. പ്രതിസന്ധി നിയന്ത്രിക്കുന്നതിനും സംഘർഷം രൂക്ഷമാകുന്ന തടയുന്നതിനുള്ള ഒരു ചർച്ചകളിലേക്ക് മടങ്ങണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഈ UAEയുടെ നിലവിലത്തെ ഒരു സാമ്പത്തിക വിനോദസഞ്ചാര ബിസിനസ് മേഖലകളിൽ ഈ ഒരു സംഘർഷം ഏത് രീതിയിലാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് കൃത്യമായി വിലയിരുത്തുമെന്ന് UAEയുടെ സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽമാരിയും പറഞ്ഞു. അദ്ദേഹവും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. അതുകൂടാതെ പിന്നെ ഇവിടെ നിന്നുള്ള നിലവിലുള്ള ഈ യാത്രകളുമായി ബന്ധപ്പെട്ട വിമാനയാത്രയിലുള്ള തടസ്സവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ
മറുപടികളാണ് വാർത്താസമ്മേളനത്തിൽ നൽകിയത്. 17,000-ഓളം പേർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കിയെന്നും 27,000 പേരിലധികം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന 80-ലധികം വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിലെ UAE-യുടെ ഭരണകർത്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള ഒരു സമഗ്ര മീഡിയ സെല്ല് രൂപീകരിച്ചുവെന്നും UAE-യുടെ നാഷണൽ എമർജൻസി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ GCC രാജ്യങ്ങളുമായി ചേർന്നുള്ള ഒരു സുരക്ഷിത വ്യോമ ഇടനാഴി സജ്ജമാക്കിയിട്ടുണ്ടെന്നും മണിക്കൂറിൽ 48 വിമാനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് UAE-യുടെ അപ്ഡേറ്റ്, ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും പഠന രീതി ഡിസ്റ്റന്റ് ലേണിംഗ് തുടരും എന്നുള്ളതാണ് ലിജിൻ. പൊതുവെ ഇന്ന് സമാധാനപരമായിരുന്നു മൊത്തത്തിലെടുക്കുമ്പോൾ ഗൾഫിലെ സാഹചര്യം എന്ന് പറയാം. പുലർച്ചെ ഉണ്ടായ ചില ആക്രമണ ശ്രമങ്ങളെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളെ അപേക്ഷിച്ച് ശരി ശ്രീരാജ്, എന്തായാലും ഗൾഫ് മേഖലയിലെ വിവരങ്ങൾ അതാണ്. ഇന്നത്തെ ദിവസം സമാധാനപരമാണ്, പക്ഷേ പൂർണ്ണമായിട്ടും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശ്രീരാജായിരുന്നു വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണ വിപണി കടുത്ത ആശങ്കയിലാണ്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. 50 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരം രാജ്യത്തുണ്ട് എന്നും ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തോടെ ലോകം വീണ്ടും ഊർജ്ജ പ്രതിസന്ധിയുടെ നിഴലിലാണ്. യുദ്ധം കടുക്കുമ്പോൾ ആഗോള എണ്ണ വിപണി ഉലയുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ കാര്യങ്ങൾ ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേസമയം രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $79.44 ഉയർന്നു. US ക്രൂഡ് വിലയിലും സമാനമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. കപ്പലുകളുടെ ഇൻഷുറൻസ് റദ്ദാക്കിയതും ചരക്കുകൂലി വർദ്ധിച്ചതും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. യുദ്ധം നീണ്ടാൽ ആഗോള എണ്ണവില $110 വരെ കുതിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ആശങ്ക പുകയുമ്പോഴും ഇന്ത്യ സുരക്ഷിതമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. രാജ്യത്ത് നിലവിൽ 50 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരമുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. ഇതിൽ 25 ദിവസത്തെ ക്രൂഡ് ഓയിലും ബാക്കി 25 ദിവസത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമാണ് ഉള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത പെട്രോൾ ഡീസൽ വിലയിൽ ഉടൻ വർധനവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്നതാണ്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്കാണ് നിലവിൽ മുൻഗണനയെന്നും രാജ്യാന്തര സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. എങ്കിലും യുദ്ധം ദീർഘകാലം നീണ്ടുനിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാം. നിലവിൽ 50 ദിവസത്തെ സാവകാശം ഇന്ത്യക്കുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും രാജ്യത്തെ എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ ബാധിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനെതിരെയുള്ള US ഇസ്രായേൽ കടന്നാക്രമണത്തിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ട്രംപിന്റെ പാവയാണ് മോദിയെന്ന് പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വൃന്ദ കാരട്ട് പറഞ്ഞു. ഇറാനിൽ നടക്കുന്നത് കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിയാണ്. മോദിയുടെ മൗനം കീഴടങ്ങലാണെന്നും ട്രംപിന്റെ വാക്കുകളാണ് മോദി ഏറ്റുപറയുന്നത് എന്നും വൃന്ദ കാരട്ട് പറഞ്ഞു. That today, when we are standing here and watching Iran being destroyed, just as they destroyed national sovereignty principle. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച കേസിൽ KSU പ്രവർത്തകർ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിൽ തീരുമാനമെടുത്തില്ല. പകരം വ്യാഴാഴ്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിയെ ആക്രമിച്ചെന്ന് പറയുന്ന ആയുധം കണ്ടെത്തണമെന്നും കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. കൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായും വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. പ്രതികളെ 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യത്തിൽ കോടതി തീരുമാനമെടുത്തില്ല. അതേസമയം KSU പ്രവർത്തകരെ പോലീസും സർക്കാരും വേട്ടയാടുകയാണെന്നും പ്രവർത്തകരെ പരമാവധി ജയിലിൽ കിടത്തുകയാണ് ലക്ഷ്യമെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് പറഞ്ഞു. ആരോഗ്യമന്ത്രിക്കെതിരെ സമരം കടുപ്പിക്കുമെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നും ഷമാസ് പറഞ്ഞു. ഈ പ്രതിഷേധത്തിന്റെ പേരിൽ മന്ത്രിയെ ആക്രമിച്ചു എന്നൊരു തിരക്കഥയുണ്ടാക്കി പരമാവധി ദിവസം KSU നേതാക്കളെ ജയിലിൽ കിടത്തുക എന്ന ആസൂത്രിതമായ നീക്കത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളുന്നൊരു സാഹചര്യവും കസ്റ്റഡിയിൽ ഉൾപ്പെടെ പ്രതികളെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. KSU പ്രവർത്തകർക്കെതിരെ ആരോഗ്യമന്ത്രിയും ഗൺമാനും വ്യാജ പരാതിയാണ് നൽകിയതെന്നും ഇതിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് TO മോഹനൻ നൽകിയ ഹർജി കോടതി പരിഗണിച്ചു.
കേസിൽ പരാതിക്കാരനായ മുൻ മേയറുടെ മൊഴിയും കോടതി രേഖപ്പെടുത്തി. മറ്റ് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കേസ് നാളെ വീണ്ടും പരിഗണിക്കും. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ സംഭവത്തിന് ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആരോഗ്യമാനന്ദം പത്തനംതിട്ട ഫെസ്റ്റിലാണ് മന്ത്രി പങ്കെടുത്തത്. കേരളത്തിന്റെ ആരോഗ്യമേഖലയെക്കുറിച്ച് നുണപ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ മന്ത്രി പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന മന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. കഴുത്തിൽ നെക്ക് ബാൻഡ് ധരിച്ചായിരുന്നു മന്ത്രി എത്തിയത്. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടന ചടങ്ങിനിടെ സംഘർഷാവസ്ഥ. കരിങ്കൊടി പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ഘാടന വേദിയിലെത്തി. കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ CPM പ്രവർത്തകർ ശ്രമിച്ചതോടെ ഇരുവിഭാഗങ്ങളും എതിർദിശകളിൽ നിന്നും മുദ്രാവാക്യം വിളിച്ചു. രണ്ട് കൂട്ടരെയും പോലീസ് തടഞ്ഞു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായിട്ടായിരുന്നു ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ആലപ്പുഴ സ്വദേശിനി ഉഷ ജോസഫ് കുട്ടി കൊച്ചി അമൃത ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിലെത്തി. ചികിത്സയ്ക്കിടെ ആരോഗ്യവകുപ്പിൽ നിന്നും ആരും തങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് ഉഷയുടെ മകൻ പ്രതികരിച്ചു. ചികിത്സയ്ക്ക് ഒപ്പം നിന്ന കൊച്ചി അമൃത ആശുപത്രിക്ക് നന്ദി അറിയിക്കുന്നതായും മകൻ പറഞ്ഞു. ഉഷയെ KC വേണുഗോപാൽ MP ഇടപെട്ടാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം ഇടപെട്ട് ഉഷയ്ക്ക് സൗജന്യമായിട്ടാണ് ചികിത്സ നൽകിയത്. ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗർഭാശയം നീക്കാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ് 5 വർഷമാകുന്നതിനിടെയാണ് പുന്നപ്ര സ്വദേശി ഉഷ ജോസഫ് കുട്ടിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ആർട്ടറി ഫോർസെപ്സ് ആണ് ഉഷയുടെ വയറ്റിൽ ഉണ്ടായിരുന്നത്. 2021 മെയ് 10-നായിരുന്നു ശസ്ത്രക്രിയ. പിന്നീട് നിരന്തരമായ വയറുവേദനയും മൂത്രത്തിൽ രക്തവും കണ്ടതോടെ പലയിടത്തും പരിശോധന നടത്തിയെങ്കിലും കാരണം കണ്ടെത്തിയില്ല. ഒടുവിൽ ആലപ്പുഴയിലെ യൂറോളജി വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രികയുള്ളതായി മനസ്സിലായത്. തുടർന്ന് KC വേണുഗോപാൽ MP ഇടപെട്ടാണ് ഉഷയെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിക്കുന്നത്. അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഉഷയുടെ വയറ്റിൽ നിന്നും കത്രിക നീക്കം ചെയ്തിരുന്നു. വിദഗ്ധ ചികിത്സയും പൂർത്തിയാക്കിയാണ് ഉഷ ആശുപത്രി വിട്ടത്. ഒരുപാട് വേദന സഹിച്ചെന്നും ചികിത്സയ്ക്ക് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ഉഷ ജോസഫ് കുട്ടി പ്രതികരിച്ചു. എന്നാലും ഞാൻ നല്ല ശരിക്കും വേദനയൊക്കെ സഹിച്ച് ഞാൻ ഈ 5 വർഷമായിട്ട് വേദന സഹിച്ച് കിടന്നു. അപ്പം എനിക്ക് ഇവിടെ വന്ന് എന്നെ കാണിച്ച് എല്ലാവർക്കും ആയിരുന്നു നന്ദി പറയും. എല്ലാ കാര്യത്തിനും എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഉണ്ട്. അതേസമയം ചികിത്സ നടക്കുന്നതിനിടെ ആരോഗ്യവകുപ്പിലെ ആരും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഉഷയുടെ മകൻ പറഞ്ഞു. നമുക്കിവിടെ KC വേണുഗോപാൽ സാറിനോടും അമൃത ഹോസ്പിറ്റലിനോടും എല്ലാവരോടും നമുക്ക് നന്ദിയേ ഉള്ളൂ. ഇത്തരം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും സഹായിച്ചതിനും കൂടെ ഉണ്ടായതിനും എല്ലാത്തിനും നമുക്ക് നന്ദിയുണ്ട്. നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സന്തോഷമുള്ളൂ. ഇത്രയും ദിവസമായിട്ടും ഒരു വട്ടം നമ്മുടെ MLA വിളിച്ചായിരുന്നു, HSLM വിളിച്ചായിരുന്നു. അതല്ലാണ്ട് വേറെ ആരും ആരോഗ്യവകുപ്പിൽ നിന്നാണെങ്കിലും വേറെ സ്ഥലത്തുനിന്നൊന്നും നമ്മളാരും വിളിച്ചിട്ടില്ല. കൊച്ചി അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ OV സുധീർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ KV സജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാമണി K എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഉഷയുടെ വയറ്റിൽ നിന്നും നീക്കം ചെയ്ത കത്രിക അന്ന് തന്നെ അമ്പലപ്പുഴ DYSPക്ക് കൈമാറിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായിരുന്ന പ്രതികൾ ഒന്നൊന്നായി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാറും ജയിലിന് പുറത്തേക്ക് വരികയാണ്. ദ്വാരപാലക ശില്പ കേസിൽ പത്മകുമാർ സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. നേരത്തെ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കഴിഞ്ഞ നവംബർ 20-നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാർ അറസ്റ്റിലായത്. കേസിൽ റിമാൻഡിൽ കഴിയവേ ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പക്കേസിലും പ്രതി ചേർത്ത് SIT അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാഞ്ഞതോടെ കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് 90 ദിവസം പൂർത്തിയാക്കിയ പത്മകുമാറിന് ഫെബ്രുവരി 20-ന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്നാണ് ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യ ഹർജി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഈ കേസിലും ജാമ്യം ലഭിക്കുന്നതോടെ പത്മകുമാറും ജയിലിന് പുറത്തിറങ്ങും. കേസിൽ ഇതുവരെ 7 പ്രതികളാണ് ജാമ്യം നേടി ജയിലിന് പുറത്തിറങ്ങിയത്. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5 പേർക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി
ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കാൻ 5-ാം തീയതിയിലേക്ക് മാറ്റി. മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയ പശ്ചാത്തലത്തിലാണ് ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. അമൃത ന്യൂസ്, കൊല്ലം. അതിനിടെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. വാസുവിന്റെ മൊഴികൾ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് ED അറിയിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരർ രാജീവർക്കും എൻ വാസുവിനും മാർച്ച് ആദ്യവാരം ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3 മാസത്തോളം ജയിലിലായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. കട്ടളപ്പാളി കേസിലെ 3-ാം പ്രതിയാണ് എൻ വാസു. ശബരിമലയിലെ ശ്രീകോവിലിലെ കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ആണെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി കൈമാറാൻ വാസു ഇടപെടൽ നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. 2019 ഫെബ്രുവരി 26-ന് വാസു നൽകിയ കത്തംഗീകരിച്ചാണ് മാർച്ച് 19-ലെ ബോർഡ് യോഗം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പാളികൾ കൊടുത്തുവിടാൻ തീരുമാനിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ആദ്യമായി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എൻ വാസു നൽകിയ കത്തിലാണെന്നാണ് കണ്ടെത്തൽ. കേസിലെ പ്രതികളായ വാസു അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് ED കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസിലെ സാക്ഷി പട്ടികയിലുള്ള നടൻ ജയറാം ഉൾപ്പെടെയുള്ളവരെ കഴിഞ്ഞ ആഴ്ചകളിൽ ED ചോദ്യം ചെയ്തിരുന്നു. ആകെ 28 പേരെയാണ് ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ വാസുവിന് ശേഷം തന്ത്രിയെയും ED ചോദ്യം ചെയ്യും. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിട്ടില്ല. മറ്റു പ്രതികളെ ചോദ്യം ചെയ്ത് മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. അമൃത ന്യൂസ്, കൊച്ചി. വേനൽ മഴ ശക്തമായതോടെ നെൽകർഷകർക്ക് കണ്ണീർ കൊയ്ത്തിന്റെ കാലമാണ്. ഇത്തവണയും മില്ലുകളുടെ ചൂഷണത്തിൽ നിന്നും കർഷകർക്ക് മോചനമില്ല. കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് മില്ലുടമകൾ അമിത കിഴിവ് ആവശ്യപ്പെടുന്നതായിട്ടാണ് ആരോപണം. സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിലവിൽ സപ്ലൈകോ വഴി തന്നെയാണ് സംഭരണം നടക്കുന്നത്. കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചതോടെ കിഴിവ് പ്രശ്നം വീണ്ടും തലയുയർത്തി തുടങ്ങി. വേനൽ മഴയെ മറയാക്കി മില്ലുകൾ അമിത കിഴിവ് ആവശ്യപ്പെടുന്നതായാണ് ആരോപണം. ക്വിന്റലിന് 15 കിലോയിലധികം കിഴിവ് ആവശ്യപ്പെടുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. വേനൽ മഴ എത്തിയതോടെ കൊയ്ത നെല്ല് സൂക്ഷിക്കാനും കർഷകർക്ക് കഴിയുന്നില്ല. നെല്ല് പാടത്ത് കിടന്നാൽ കറുപ്പ് നിറം ബാധിക്കാനും ഇത് വിലക്കുറവിനും കാരണമാകും. ഈർപ്പമുണ്ടായാൽ നെല്ല് കിളിർത്ത് പോകുന്നതിനും ഈർപ്പത്തിന്റെ പേരിൽ മില്ലുകൾ കൂടുതൽ കിഴിവ് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ വേനൽ മഴയുടെ ഒരു അന്തരീക്ഷം വരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു മാർച്ച് 20-ന് ശേഷമാണ് പരക്കെ വ്യാപകമായ കൊയ്ത്തുണ്ടാകുന്നത്. എന്നാൽ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ വലിയ കിഴിവാണ് ഇവരിപ്പോൾ കർഷകരോട് ആവശ്യപ്പെടുന്നത്. വേനൽ മഴയെ മുന്നിൽ കണ്ട് ആശങ്കയിൽ നിൽക്കുന്ന കർഷകരെ ചൂഷണം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃഷി വകുപ്പ് കൊടുത്ത നെല്ല് കൃഷി ചെയ്ത കർഷകരാണ്. ഈ പ്രാവശ്യം നല്ല വിളവുമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കിഴിവ് എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമാണ്. മില്ലുകളുടെ ചൂഷണം ഒഴിവാക്കാൻ സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കാത്തതിനാൽ നിലവിൽ സപ്ലൈകോ വഴി തന്നെയാണ് നെല്ല് സംഭരിക്കുന്നത്. സഹകരണ സംഘങ്ങൾ വഴിയുള്ള നെല്ല് സംഭരണം സംബന്ധിച്ച് വ്യക്തത വരാത്തതും സംഭരിക്കുന്ന നെല്ല് സപ്ലൈകോയ്ക്ക് കൈമാറുന്നതും ഗോഡൌണുകളിൽ സൂക്ഷിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ട ക്രമീകരണങ്ങൾ നടപ്പാകാത്തതാണ് തടസ്സമായത്. നെല്ലിന്റെ സംഭരണ സമയത്ത് തന്നെ കർഷകർക്ക് പണം നൽകാനുള്ള റിവോൾവിംഗ് ഫണ്ട് ബജറ്റിൽ വകയിരുത്തണമെന്ന ആവശ്യവും ഇത്തവണയും സർക്കാർ നടപ്പാക്കിയിട്ടില്ല. ഇതോടെ ഇത്തവണയും കർഷകർ നെല്ലിന്റെ വില കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.